ഓഗസ്റ്റ് 14 1947 ഒന്നായിരുന്ന ഇന്ത്യയെ 3 കഷ്ണങ്ങളായും 2 രാജ്യങ്ങളായും ബ്രിട്ടീഷുകാർ കീറി മുറിച്ചു. ഒരിക്കലും തുന്നിച്ചേർക്കാൻ കഴിയാത്ത വിധം വെറുപ്പിനാലും വിദ്വേഷത്താലും തമ്മിലടിക്കുന്ന 2 രാജ്യങ്ങളാവണം ഇന്ത്യയും പാകിസ്ഥാനും എന്ന ബ്രിട്ടീഷ് വിഷബുദ്ധി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും മോഷ്ടിച്ച രാജ്യത്തിൻ്റെ ജനത തലമുറകളായി സമ്പാദിച്ച സമ്പത്ത് $40 ട്രില്യൺ തുല്യമായ സമ്പത്തിനെ തേടി വരാനും തിരിച്ചുപിടിക്കാനുമുള്ള ശേഷി ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടാവരുത്. അവർ മതത്തിൻ്റെ പേരിൽ വിഘടിച്ചു നിൽക്കണം. നൂറ്റാണ്ടുകളോളം ഇന്ത്യ വിഭജനത്തിന് ശേഷവും പാകിസ്ഥാൻ എൻ്റെ രാഷ്ട്രത്തിൻ്റെ ഭാഗമാണെന്നും എൻ്റെ രാഷ്ട്ര ശരീരത്തിൻ്റെ ഭാഗമാണെന്നും ബ്രിട്ടീഷുകാരോട് കൂറു പുലർത്തുന്നവരും കൂടിയാണ് എൻ്റെ രാഷ്ട്രം രണ്ടായി വിഭജിച്ചതെന്നും ഗാന്ധിജി ഉറച്ചു വിശ്വസിച്ചു. ആയതിനാൽ തന്നെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കടന്നുകൊണ്ട് പാകിസ്ഥാനിലേക്ക് സ്നേഹത്തിൻ്റെയും അഹിംസയുടെയും മാർച്ച് നടത്തുമെന്നും അതിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും ഒന്നായി മാറുമെന്നും ഗാന്ധിജി ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ ബാപ്പു ഇനിയും ജീവിക്കരുത് എന്ന് പ്രതിജ്ഞയെടുത്ത ഗോഡ്സെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ഹാളിലേക്ക് കയറി കാൽ തൊട്ട് വന്ദിക്കാനെന്ന വ്യാജനെ ബാപ്പുവിൻ്റെ ശിഷ്യൻ മനുവിനെ തള്ളി മാറ്റിക്കൊണ്ട് തൻ്റെ കയ്യിൽ ഒളിപ്പിച്ചിരുന്ന തോക്കെടുത്ത് 3 തവണ നിറയൊഴിച്ചുകൊണ്ട് ആ മഹാത്മാവിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾക്ക് അന്ത്യം കുറിക്കുകയും ചെയ്തു. സ്നേഹവുമായി മുഴുവൻ ഇന്ത്യയുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ബാപ്പു പാകിസ്ഥാൻ അതിർത്തികൾ ഭേദിക്കുമോ എന്ന് ഭയപ്പെട്ട പാകിസ്ഥാൻ മതവാദികളും ഗാന്ധിജിയുടെ മരണവാർത്ത സന്തോഷത്തോടെ സ്വീകരിച്ചു. ഉത്തമനായ ഒരു ഹിന്ദുവും രാമഭക്തനുമായ ഗാന്ധിയെ ഗോഡ്സെ വധിക്കാൻ കാരണം ഗാന്ധിയുടെ രാമൻ ഒരു മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന സത്യബോധവും ധർമ്മബോധവുമായിരുന്നു. അതുകൊണ്ട് രാമൻ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും വികാരമാണെന്ന് ഗാന്ധി ഉറച്ചു വിശ്വസിച്ചു.